Welcome to another episode of Word Power English Classroom. In this session, you are going to learn the meanings of the modal auxiliaries. The modal auxiliaries are can, could, may, might, will, would, shall, should, must, ought to, dare, need, and used to. They can be called modal-like forms. Okay? Modal auxiliaries have only one form. They have no S form, they have no ing form, they have no en forms. Okay? Modals are auxiliary verbs and they are always followed by a main verb which is a lexical verb in a sentence. Okay? What modal auxiliaries do is to add some meaning to the main verb. In a general, we may say that what modal auxiliaries do is to add some meaning to the main verb. മെയിൻ വെർബിനോട് കൂടുതലായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് മോഡൽ ഓക്സിലിയറിയുടെ കർത്തവ്യം. ഇനി നമുക്ക് കുറച്ച് മോഡൽ ഓക്സിലറീസിനെ ഡീറ്റെയിൽ ആയി പരിചയപ്പെടാം. Can. Can is used to express എബിലിറ്റി ഇൻ ദ പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. പ്രസൻറ്റിലോ ഫ്യൂച്ചറിലോ ഉള്ള എബിലിറ്റിയുടെ സ്പീക്കറുടെ കഴിവിനെ കാണിക്കാനാണ് ക്യാൻ യൂസ് ചെയ്യുക. ഐ ക്യാൻ സ്പീക്ക് തെലുഗു, ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, ഐ ക്യാൻ സ്പീക്ക് ഫ്രഞ്ച്. അപ്പോൾ ഇതിൽ സംസാരിക്കാനുള്ള കഴിവ് കാണിക്കുകയാണ്. ഓക്കെ. ക്യാൻ യു കം ടു ദ പാർട്ടി ദിസ് ഈവനിങ്, ക്യാൻ യു കം ടു ദ പാർട്ടി ദിസ് ഈവനിങ്. സോ ഇറ്റ് ഷോസ് എബിലിറ്റി. Clear? Can also shows possibility. Can shows possibility. The bridge can be rebuilt. The bridge can be rebuilt. It is possible to rebuild the bridge. ബ്രിഡ്ജ് റീബിൽഡ് ചെയ്തതാകാനുള്ള പോസിബിലിറ്റിയാണ് ഇത് കാണിക്കുന്നത്. ഇറ്റ് ക്യാൻ റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് ഷോസ് പോസിബിലിറ്റി. ഓക്കെ. ക്യാൻ ആൾസോ ഷോസ് പെർമിഷൻ. Can I use your mobile phone? Can is less formal than may in this sentence. May യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഫോർമലാണ് ക്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ക്യാൻ യു ഹിയർ മീ, ക്യാൻ യു ഹിയർ മീ, ഡു യു ഹിയർ മീ എന്ന് ചോദിക്കുന്ന അതേ സെൻസ് തന്നെയാണ് ക്യാൻ യു ഹിയർ മീ. നെക്സ്റ്റ് ഈസ് കുഡ്. കുഡ് ഈസ് ദ പാസ്റ്റ് ഫോം ഓഫ് ക്യാൻ ആൻഡ് കുഡ് ഷോസ് പാസ്റ്റ് എബിലിറ്റി. കഴിഞ്ഞ കാലത്ത് ചെയ്യാനുണ്ടായിരുന്ന കഴിവുകളെ കാണിക്കാനാണ് കുഡ് യൂസ് ചെയ്യുക. ഐ കുഡ് റീഡ് വിതൗട്ട് സ്പെക്സ്. പണ്ട് കണ്ണടയില്ലാതെ വായിക്കാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറ്റില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. ഓക്കെ. ഐ കുഡ് മീൻസ് മുമ്പ് കഴിഞ്ഞിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് കുഡ് യൂസ് ചെയ്യുക. അതുമാത്രമല്ല പ്രസൻറ്റ് പോസിബിലിറ്റി അത് പറയാനും കുഡ് യൂസ് ചെയ്യാം. എബിലിറ്റി ഇൻ അൺറിയൽ കണ്ടീഷൻസ് അങ്ങനെയുള്ള സന്ദർഭത്തിലും നമ്മൾ കുഡ് ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് മേ പരിശോധിക്കാം. MAY മേ. മേക്കുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? പോസിബിലിറ്റി, പെർമിഷൻ, എ ഹോപ്പ്, വിഷ്, ബ്ലസ്സിങ് ഓർ കേഴ്സ്. ഈ സന്ദർഭങ്ങളിലൊക്കെ മേ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ. മേ ഷോസ് പോസിബിലിറ്റി, പെർമിഷൻ, എ ഹോപ്പ്, എ വിഷ്, എ ബ്ലസ്സിങ് ഓർ എ കേഴ്സ്. See the sentences like this. May I come in? You may go now. It may rain today. May I come in? It is to ask a question, to take permission. May God bless you. It's a wish. Okay. May such people be eaten up by the wolves. That's a curse. Okay. So, ഇങ്ങനെയൊക്കെ നമുക്ക് may ഉപയോഗിക്കാം. Next is might. Might also has the meanings of possibility or permission. ഹി മേ ബി റൈറ്റ്. അങ്ങനെ ഒരു സെൻറ്റൻസ് നമ്മൾ പരിശോധിക്കുക. അതിൽ ഹി മൈറ്റ് ബി റൈറ്റ് എന്നും പറയാലോ. ഹി മൈറ്റ് ബി റൈറ്റ് എന്ന് പറയുമ്പോൾ മേനെക്കാളും കുറച്ചുകൂടി പോസിബിലിറ്റി കുറവാണ്, ലെസ് സെർട്ടൻ ആണ്. മേ ഐ ആസ്ക് ഹു ഐ ആം സ്പീക്കിംഗ് ടു. ഇതൊരു ചോദ്യമാണ്. അതേ ചോദ്യം മൈറ്റ് ഐ ആസ്ക് ഹു ഐ ആം സ്പീക്കിംഗ് ടു എന്നും ചോദിക്കാം. ഓക്കെ. ഇഫ് ഹി വർക്ക്സ് ഹാർഡ് ഹി മേ പാസ് ദ എക്സാമിനേഷൻ. ഇറ്റ്സ് എൻ ഓപ്പൺ കണ്ടീഷൻ. If he worked hard, he might pass the examination എന്നും പറയാം. That sentence is an unreal condition. Next is will.
വില്ല് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് prediction. The film will start in half an hour from now. It's a prediction. Oil will float on water. If you ask him to speak, he will go on for hours. ഒന്ന് അവനോട് സംസാരിക്കാൻ പറഞ്ഞു നോക്ക്. He will continue for hours. അപ്പോൾ ഇതൊക്കെ ഫ്യൂച്ചറിലുള്ള പോസിബിലിറ്റിയെ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് യൂസ് ഓഫ് വിൽ ഈസ് വില്ലിങ്നെസ്. ദാറ്റ് മീൻസ് റെഡിനെസ്. വിൽ യു ഡു മീ എ ഫേവർ? നമ്മൾ ചോദിക്കുക, വിൽ യു ഡു മീ എ ഫേവർ? ഐ വിൽ കം വിത്ത് യു. ദാറ്റ് ഈസ് റെഡിനെസ്. ഐ വിൽ ഹെൽപ്പ് യു. I will show you the way. Clear? Next use of will is intention. I will let you know as soon as I get the news. Okay? I will let you know as soon as I get the news. It shows intention of the speaker. Next is would. Would shows willingness. Would you please help me with this printout? Would you please take this bag with you? It also shows willingness. Next use of would is insistence. It is your own fault. You would go out in the cold. Next important use of would is characteristic activity in the past. In those days, I would read for 3 hours in the morning. When I was studying in college, I would directly go to the library and read books. So, പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വുഡാണ് ഉപയോഗിക്കുക. വൺ മോർ ഇമ്പോർട്ടൻറ്റ് യൂസ്. വിൽ യു ലെൻഡ് മീ സം മണി? വിൽ യു ലെൻഡ് മീ സം മണി? ഇറ്റ് ഈസ് എ പൊളൈറ്റ് വേ ഓഫ് ആസ്കിങ് സംബഡി. ബട്ട് മോർ പൊളൈറ്റ് വേ ഈസ് വുഡ് യു ലെൻഡ് മീ സം മണി? വില്ലിന് പകരം വുഡ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി പൊളൈറ്റ്. ഓക്കെ, ഓർമ്മിക്കേണ്ട പോയിന്റ്സ് ഇതാണ്. വില്ല് എക്സ്പ്രസസ് പ്രഡിക്ഷൻ, വില്ലിങ്നെസ്, intention and insistence. Would, willingness, insistence, characteristic activity in the past, and more polite way of asking questions. Okay, that is all in this session. Thank you very much.